പ്രോഡക്റ്റ് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് കാണുന്ന ഈ വൈറ്റ് കളർ ഒരു ബോൾ പോലത്തെ ചെളിയൊക്കെ ഇളകി വരത്തില്ലേ, അതുപോലത്തെ ഒരു കളറ് വരും. ഓൺലൈനിലെ ഹൈപ്പും അത് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവൽ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേനും ലിറ്ററലി ഞാനൊന്ന് ഷോക്കായി. നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാനായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാൻഫയുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ ക്രീം ആയിരുന്നു. ഇത് ഇൻസ്റ്റൻറ്റ് ടാൻ ആൻഡ് ഡെഡ് സ്കിൻ റിമൂവൽ എക്സ്ഫോലിയേറ്റിംഗ് ജെല്ലാണ്. ഇത് ഓൺലൈനിലൊക്കെ വളരെയധികം ഹൈപ്പുള്ള ഒരു പ്രോഡക്റ്റാണ്. ആ ഹൈപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം പ്രൈസ് വരുന്നത് 399 ആണ് ഈ 100 ഗ്രാമിൻ്റെ പാക്കിന് വരുന്നത്. ഞാനിത് purple.com നിന്നായിരുന്നു വാങ്ങിച്ചിട്ട്. ഇവർ ഇതിനകത്ത് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ ഉണ്ട്, ഡെഡ് സ്കിൻ റിമൂവൽ ഉണ്ട്, ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നസ്സും പറയുന്നുണ്ട്. 399 ഇത്രയൊക്കെ ഓഫർ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഹൈപ്പ് കൂടെ കാണുമ്പോഴത്തേനും ആരായാലും പർച്ചേസ് ചെയ്ത് പോകുമല്ലോ. ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ ആണ് ഇവർ ഇതിനകത്ത് അവകാശം. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ഞാനും ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് മറ്റൊന്നാണ്. പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാം. അതിന് മുന്നേ തന്നെ എൻ്റെ സ്കിന്നിലുള്ള ടാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റെ സ്കിന്നിൽ ഞാൻ 2 വീലർ റൈഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവിടെ വരെ കോട്ട് ഇടുന്നതുകൊണ്ട് ഇവിടെ ഒരു കളറും ഇവിടെ വേറൊരു കളറും അങ്ങനെയാണ് എൻ്റെ സ്കിന്നിലെ ടാൻ വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു കളറും ഇവിടുത്തെ ടാൻ ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്, ബാക്കിയുള്ള ടാൻ ആണ് ഇത്. ഫേസിലും അത്യാവശ്യം ടാൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്ത് വൈറ്റ് കളർ ഒരു ജെല്ലുണ്ട്, നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ വൈറ്റ് കളർ ഒരു ബോൾ പോലത്തെ സംഭവം നമ്മൾ കുറച്ച് നേരം സ്കിന്നിലിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ കളറ് മാറി വരും. അതായത് നല്ല ഡാർക്ക് കളറിൽ വരും. നമ്മുടെ സ്കിന്നിൽ നിന്ന് ചെളിയൊക്കെ ഇളകി വരത്തില്ലേ, അതുപോലത്തെ ഒരു കളറ് വരും. ഓൺലൈനിലെ ഹൈപ്പും അത് തന്നെയാണ്. അതായത് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ അല്ലെങ്കിൽ ടാനൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറിൽ വരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കായാലും തോന്നൂല്ലോ ഇത്ര ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ടാൻ റിമൂവൽ ആവും എന്നുള്ളത്. ഇത് കണ്ടോ, ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചെളി വരുന്ന പോലെ വരും. അത് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമേ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു സ്കിൻ കളറല്ലേത്. അതെ, സ്കിൻ കളർ മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിനകത്ത് വരുന്നത് തന്നെയാണ്. ഇവിടെ ഉള്ള ടാൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നേരത്തെ കാണിച്ചില്ലേ, 2 ഷെയ്ഡും ഡിഫറെൻ്റ് ആണ്. അതാണ് ഞാൻ ടാൻ ഉള്ള പോർഷനിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് കുറച്ച് സമയം നമ്മുടെ സ്കിന്നിലിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് മാറിയിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ അല്ലെങ്കിൽ ടാനൊക്കെ റിമൂവ് ആയി വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ആദ്യമേ കാണിച്ച വൈറ്റ് കളർ ഒരു ബോൾ പോലത്തെ സംഭവമില്ലേ, അതിൻ്റെ കളറ് മാറി വരുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ 0 റിസൾട്ടാണ് കിട്ടിയത്. 0 എന്ന് പോലും പറയാനില്ലാത്തൊരു റിസൾട്ടാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ടാൻ റിമൂവ് ആയി പോണൊപ്പം തന്നെ ഇതിൻ്റെ കളറ്, അതായത് ഈ ജെല്ല് കളർ മാറാണ്ട് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും എന്നുള്ളത്. അത് കണ്ടിട്ട് കുറേ പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടാനുള്ള ഏരിയയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എപ്പോൾ യൂസ് ചെയ്താലും ഇതിങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യൂസ് ഒന്നുമില്ല, വെറുതെ പൈസ കളയാൻ അപ്പുറത്തേക്ക് ഈ ഹൈപ്പിനൊത്ത ഒരു ഒട്ടും യൂസ്ഫുൾ അല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫേക്ക് പ്രോഡക്റ്റ് ആണോ അതോ ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയും ഇതൊരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സെല്ലായി പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. മാർക്കറ്റിൽ ഇതിനെ കഴിഞ്ഞ് റേറ്റ് കുറവിൽ ഇതിനെ കഴിഞ്ഞ് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. പിന്നെ ടാൻ എന്ന് പറയുന്ന അറിയാമല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒറ്റയടിക്ക് റിമൂവ് ആവുന്ന ഒരു സംഭവമല്ല. അത് നമുക്ക് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടുകൊണ്ടൊന്നും അല്ലല്ലോ നമുക്ക് സ്കിന്നിൽ ടാൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡെഡ് സ്കിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതപ്പോൾ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റും പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. സ്ലോലി നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നന്നായിട്ട് റിസർച്ച് ചെയ്ത് വാങ്ങുന്നതാണ് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ലോസ് ആണ് നമ്മുടെ ടൈമും അതേപോലെ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിന് എടുത്തു പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിന് നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ട്. അല്ലാത്ത പക്ഷം ഇതിന് വേറൊരു ഗുണവുമില്ല. എൻ്റെ വിഷമം അതല്ല, ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുപെട്ടു. പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അത് ഇന്ന് ഓർഡർ ചെയ്ത് ഇന്ന് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഡെലിവറി ഏജൻറ്റ് വന്ന സമയത്ത് ഞാൻ ഓഫീസിലുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന ആൾ അവിടുത്തെ സ്റ്റാഫുമായിട്ട് ഉടക്കം ഉണ്ടാക്കി. പിന്നെ നമുക്ക് അവർ കോണ്ടാക്ട് ചെയ്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവർ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും ആ പുള്ളി പറഞ്ഞു ഞാൻ ഈ ജോലിയിലൊന്നും അല്ല ഇപ്പം നിൽക്കുന്നത്, ഞാൻ വേറെ ജോലിയിലാണ്, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന്. പിന്നെ അവരെ തപ്പി കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ പ്രീപെയ്ഡ് ഓർഡർ ആയിരുന്നല്ലോ. അപ്പോൾ
കുറേ അടുത്തൊക്കെ കോൺടാക്ട് ചെയ്താണ് പിന്നെ അവരുടെ നമ്പർ കണ്ടുപിടിച്ചത്. അവരുടെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഒരു രക്ഷയില്ല. പർപ്പിളിൽ നിന്ന് എനിക്കിപ്പോഴും പർച്ചേസ് ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അവരുടെ ഡെലിവറി മഹാമോശമാണ്. അതായത് ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ആ ആളിൻ്റെ അടുത്ത് പറഞ്ഞത്, അവിടുത്തെ മാനേജർ എന്ന് തോന്നുന്നു, ആൾ പറഞ്ഞത് ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, നമ്മളിതൊന്നും ഡെലിവറി ചെയ്യാത്ത ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടെന്നാണ്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമുള്ളൂ, അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വരുത്തിയ ഒരു പ്രോഡക്റ്റാണിത്. പക്ഷേ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്